സൂം മീറ്റിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിനെക്കുറിച്ച് 2 ദിവസം മുൻപേ ഞാൻ സൂം മീറ്റിങ്ങിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ശരി, ആദ്യം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും പെട്ടെന്ന് പറഞ്ഞു പോകാം. യെസ്, ഹായ് സാർ, എൻ്റെ പേര് ശില്പ. ഞാൻ ശില്പ മാഡം പറഞ്ഞോളൂ. തൃശ്ശൂരാണ്. ആ ഞാൻ ബേസിക്കലി ഒരു സിവിൽ എഞ്ചിനീയർ ആണ്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു. ഓക്കെ അപ്പൊ കുറെ ആൻസൈറ്റി പ്രോബ്ലങ്ങളുണ്ട്. ഒന്നും ലൈഫ് മുന്നോട്ട് പോണില്ല. അപ്പം ഹസ്ബൻഡിനായാലും അങ്ങനെ തന്നെ. അപ്പൊ ചേട്ടൻ ഇപ്പൊ ഫസ്റ്റ് ലെവൽ ദീക്ഷ കഴിഞ്ഞു. അപ്പൊ ചേട്ടന്റെയും കൂടി നിർബന്ധം കാരണമാണ് ചേട്ടനും കുറെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പൊ പിന്നെ ഞാനും കൂടി ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആവില്ല ലൈഫ് എന്ന് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? സാർ നമസ്കാരം. നമസ്കാരം, ഉണ്ണികൃഷ്ണൻ. ഞാൻ ഉണ്ണികൃഷ്ണൻ. നമസ്കാരം സാറേ നമസ്കാരം സാർ. ഞാൻ ഓൾറെഡി ഇത് ധ്യാനത്തിലും യോഗയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഇത് നല്ലൊരു ഫീലിംഗ് ആയി തോന്നി, നല്ലൊരു രസമായി തോന്നി. അടിപൊളിയായിട്ട് മുന്നോട്ട് പോകണം. അടുത്ത ലെവലിൽ എനിക്ക് പോകണമെന്നുണ്ട്. ഫുള്ളായിട്ട് സാറിന്റെ കൂടെ കൂടണം. ഓക്കെ, ഗുഡ് ഗുഡ്. നെക്സ്റ്റ് ആരാണ്? ജോഷി. ഓക്കെ, നമസ്കാരം, പറഞ്ഞോളൂ. നമസ്കാരം സാറേ. ഞാൻ കഴിഞ്ഞ ബാച്ചിലായിരുന്നു, പക്ഷെ എനിക്ക് അന്ന് പങ്കെടുക്കാൻ പറ്റിയില്ല. ഓക്കെ, ഞാൻ ആയുർവേദത്തിന്റെ മരുന്നിന്റെ പരിപാടിയാണ് ചെയ്യുന്നത്. എനിക്ക് അതൊന്ന് നല്ല രീതിയിൽ കൊണ്ടുനടക്കണമെന്നുണ്ട്. അപ്പം ഇത് എനിക്ക് നല്ലൊരു പ്രത്യേകത തോന്നുന്നു. അപ്പം സാറിന്റെ കൂട്ടത്തിലെ തുടർന്ന് എനിക്കും സാറിന്റെ കൂടെ പോരണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. ഓക്കെ, ഗുഡ് ഗുഡ്. തീർച്ചയായിട്ടും എന്തുദ്ദേശത്തോടു കൂടിയാണ് ഓരോരുത്തരും വന്നിരിക്കുന്നത്, അത് ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമത്തോടു കൂടി നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആരാണ്? നമസ്കാരം സാർ. നമസ്കാരം, പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ്. എന്റെ പേര് ലക്ഷ്മി എന്നാണ്. ഞാൻ സംസാരിക്കുന്ന ട്രിവാൻഡ്രത്തു നിന്നാണ്. ഞാനും ലാസ്റ്റ് ബാച്ചിൽ ഉണ്ടായിരുന്ന ആളാണ്. അന്ന് എടുക്കാൻ പറ്റിയില്ല ചില കാര്യങ്ങളാല്. അതുകൊണ്ട് ഈ പ്രാവശ്യം ദീക്ഷ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, ഗുഡ്. ഓക്കെ, നമസ്കാരം സാർ. ഞാൻ ഷൈനി ആണ്. ഞാൻ ഷൈനി കൊല്ലത്തു നിന്നാണ്. സ്റ്റാഫ് നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുവാണ്. ഈ പഠിച്ചിട്ട് എനിക്ക് സ്വന്തമായിട്ടും പേഷ്യൻസിനും ഒക്കെ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. വന്നത്. ഓക്കെ, ഗുഡ്. ഗുഡ് ഈവനിങ് സർ. എൻ്റെ പേര് തൃഷ്ണ. തൃഷ്ണ, പറഞ്ഞോളൂ. ഓക്കെ, ഞാനിപ്പോ മുംബൈയിലാണ്, നാട്ടില് തൃശ്ശൂരാണ്. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് വന്നതാണ്. ഗുഡ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, മോസ്റ്റ് വെൽക്കം. കണ്ണൂരാണ്. ആഗ്രഹം തോന്നി. ഓക്കെ ഓക്കെ ഓക്കെ. നെറ്റ്വർക്ക് ഇഷ്യൂ എന്താണെന്ന് അറിയില്ല, വോളിയം കുറവാണ്. പിന്നെ വേറൊരു കാര്യം എല്ലാവരോടും വീണ്ടും ഞാൻ പറയാം, എൻഡ് ഓഫ് ദ സെഷൻ, ഈ സെഷൻ്റെ അവസാനം എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് വന്നിട്ട് എനിക്ക് നേരിട്ട് കാണണം. അല്ലാതെ പറ്റില്ലെങ്കിൽ സൂമിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. അടുത്ത സൂമിലേക്ക് വന്നിട്ട് അറ്റൻഡ് ചെയ്തിട്ട് തയ്യാറെടുപ്പോടി വന്നാൽ മതി. ഓക്കെ. അപ്പോൾ നാളെ നടക്കാനിരിക്കുന്ന ദീക്ഷ എന്ന് പറയുന്നത് വിദൂരമായിട്ടുള്ള ദീക്ഷ, റിമോട്ട് അച്ചീവ്മെൻറ്റ് ആണ്. പിന്നെ ദീക്ഷയ്ക്ക് മുൻപ് എന്തൊക്കെ സ്വീകരിക്കണം, ആ കാര്യമാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോണത്. അപ്പോൾ ദീക്ഷയ്ക്ക് മുൻപുള്ള കാര്യങ്ങളാണ് പറയാൻ പോണത്. സോ ദീക്ഷയ്ക്ക് മുൻപ് എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സമയങ്ങൾ ഞാൻ പറഞ്ഞു ഓൾറെഡി. ഇന്ന് ഞാനത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. രാവിലെ 7:15 എന്നുള്ളൊരു സമയം, വൈകിട്ട് 8:15 എന്നുള്ളൊരു സമയം. അങ്ങനെ 2 വ്യത്യസ്ത സമയങ്ങളിലാണ് ഞാൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 വ്യത്യസ്ത സമയങ്ങൾ ഏതെങ്കിലും ഒരു സമയം മാത്രമേ ചൂസ് ചെയ്യാവൂ. ഏതാണ് നിങ്ങൾക്ക് മോസ്റ്റ് കൺവീനിയൻ്റ് എന്നുള്ളൊരു സമയം ചൂസ് ചെയ്താൽ, അപ്പോൾ രാവിലെയുള്ള 7ഉം 7:15 അത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ വൈകിട്ടുള്ള 8ഉം 8:15 ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ. ആദ്യമായിട്ട് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് വെച്ചോ, 1, 2, 3 എന്നൊക്കെ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ആദ്യമായിട്ട് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ശാന്തമായിട്ട് വീട്ടിനകത്ത് എവിടെയാണോ റേക്കി സ്വീകരിക്കാനായിട്ടുള്ളൊരു സ്ഥലം അത് കണ്ടെത്തണം. ശാന്തമായിട്ട് റേക്കി സ്വീകരിക്കാനായിട്ടുള്ളൊരു സ്ഥലം ആദ്യം കണ്ടെത്തണം. അതാണ് ആദ്യമായിട്ടുള്ളത്.
സെക്കൻഡ് തിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ ശാന്തമായിട്ട് സ്ഥലം കണ്ടെത്തുന്ന ആ സ്ഥലം അരമണിക്കൂർ മുൻപ് രാവിലെ ഉള്ളവരാണ് 6:30 എന്നുള്ളൊരു സമയം, വൈകിട്ടുള്ളവരാണെങ്കിൽ 7:30 എന്നുള്ളൊരു സമയം. രാവിലെ ഉള്ളവരാണെങ്കിൽ 6:30 എന്നുള്ളൊരു സമയം, വൈകിട്ടുള്ളവരാണെങ്കിൽ 7:30 എന്നുള്ളൊരു സമയം. അരമണിക്കൂർ മുൻപ് മെഡിറ്റേഷൻ ചെയ്യണം. രാവിലെ ഉള്ളവരാണെങ്കിൽ 6:30ക്ക് മെഡിറ്റേഷൻ ചെയ്യണം, വൈകിട്ടുള്ളവരാണെങ്കിൽ 7:30ക്ക് മെഡിറ്റേഷൻ ചെയ്യണം. അരമണിക്കൂർ സമയമുണ്ട്. ഏത് മെഡിറ്റേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വൈറ്റ് ലൈറ്റ് മെഡിറ്റേഷൻ നിങ്ങൾക്കായി അയച്ചു തന്നിട്ടുണ്ട്. ആ വൈറ്റ് ലൈറ്റ് മെഡിറ്റേഷൻ ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അത് രാവിലെ ആണെങ്കിൽ 6:30ക്കും വൈകിട്ടാണെങ്കിൽ 7:30ക്കും. ആ വൈറ്റ് ലൈറ്റ് മെഡിറ്റേഷൻ ഒരു 5നും 6നും മിനിറ്റിന് ഇടയ്ക്കുള്ള ഒരു വീഡിയോ ആണത്. ഒരു ഓഡിയോ ഫോർമാറ്റും വീഡിയോ ഫോർമാറ്റ് പോലെയാണുള്ളത്, രണ്ടും ചേർന്നുള്ള രീതിയിൽ. അപ്പോൾ 6 മിനിറ്റ് പിടിച്ചോളൂ. 6 മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 6:30ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സമയം ഇനിയും കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറ്റ് ലൈറ്റ് മെഡിറ്റേഷൻ മൾട്ടിപ്പിൾ ടൈം നിങ്ങൾക്ക് കേൾക്കാം. ഒരു 4 പ്രാവശ്യം മാക്സിമം കേട്ടോളൂ. 6, 4, 24 എന്ന് പറയുന്ന രീതിയിൽ 24 മിനിറ്റ്സ് നിങ്ങൾക്ക് മെഡിറ്റേഷനിൽ തന്നെ വീണ്ടും വീണ്ടും അത് കേട്ടിട്ട് ഇരിക്കാം. എന്തിനാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്? മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി. എന്തിനാ മനസ്സിനെ ശാന്തമാക്കുന്നത്? മനസ്സിനെ ശാന്തമാക്കുന്നത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി. ഏത് വിഷയത്തെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ്? നാളെ നടക്കാനിരിക്കുന്ന ദീക്ഷ എന്ന് പറയുന്ന ആ ചടങ്ങിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ വൈറ്റ് ലൈറ്റ് മെഡിറ്റേഷൻ അരമണിക്കൂർ മുൻപ് മൾട്ടിപ്പിൾ ടൈംസ് കേൾക്കാം. ഇതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. മൂന്നാമത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് ആയെന്നറിയാനായിട്ടുള്ള ഒരു അലാറം സെറ്റ് ചെയ്ത് വെക്കണം. രാവിലെയുള്ളവർ 7:15 ആയെന്നുള്ള അറിയാനുള്ള ഒരു അലാറം സെറ്റ് ചെയ്ത് വെക്കണം. വൈകിട്ടുള്ളവരാണെങ്കിൽ 8:15 ആയെന്ന് അറിയാനുള്ള ഒരു അലാറം സെറ്റ് ചെയ്ത് വെക്കണം. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. നാലാമത്തെ കാര്യം, എല്ലാവരും അവരവരുടെ മൊബൈലുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കണം. എല്ലാവരും അവരവരുടെ മൊബൈലുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കണം. കാരണം മൊബൈൽ കോൾ വരികയാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റ് ആവും. ശ്രദ്ധ വേറെ തലത്തിലേക്ക് വ്യതിചലിച്ചു പോകും. ഈ വ്യതിചലിച്ചു പോകാണ്ടിരിക്കാൻ വേണം, ഡിസ്ട്രാക്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് അവനവൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വന്നാലും ബുദ്ധിമുട്ടാവും. അത് കാരണം മാക്സിമം എല്ലാ രീതിയിലും അതിൽ നിന്ന് ഒഴിവായി നിൽക്കുക. നാലാമത്തെ കാര്യം ഇതാണ്, അവനവൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. എന്നിട്ട് നിലത്ത് ഇരുന്നിട്ട് ദീക്ഷ സ്വീകരിക്കുക. ഇനി നിലത്ത് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സോഫ സെറ്റ് ഉണ്ടെങ്കിൽ സോഫ സെറ്റ്, അല്ല നല്ല ഉറപ്പുള്ള ചെയർ ഉണ്ടെങ്കിൽ ചെയറിൻ്റെ മേലെ ഇരുന്നിട്ട് ദീക്ഷ സ്വീകരിക്കാം. ഇനിയിപ്പോൾ നിലത്തിരിക്കുന്നതാണ്, ഡയറക്റ്റ് നിലത്തിരിക്കരുത്. നിലത്ത് പായ വിരിച്ചോ അല്ലെങ്കിൽ യോഗ മാറ്റ് വല്ലതുണ്ടെങ്കിൽ വിരിച്ചിട്ട് മാത്രമേ ഇരിക്കാവൂ. അതേപോലെ തന്നെ സോഫ സെറ്റിൽ ഇരിക്കുന്നവർക്ക് ചമരം പറിഞ്ഞിരിക്കാം. നിലത്തിരിക്കുന്നവരും ചമരം പറിഞ്ഞിരിക്കാം. അതേപോലെ സോഫ സെറ്റിൽ ഇരിക്കുന്നവർ ചമരം പറിഞ്ഞിരിക്കാം. ഇനി ചമരം പറിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് കാല് രണ്ടും താഴെ ഇറക്കി വെച്ചിട്ട് നിലത്ത് വെക്കുക. നിലത്തും ഡയറക്റ്റ് വെക്കരുത്, പായ വെക്കുക അല്ലെങ്കിൽ മാറ്റ് വെച്ചിട്ട് ഇരിക്കണം. പിന്നെ ചെയറിൽ ഇരിക്കുന്നവരാണെങ്കിൽ നല്ല ഉറപ്പുള്ള ചെയറാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, കാരണം എല്ലാവരുടെയും സോഫ സെറ്റ് വേണം എന്നില്ലല്ലോ. സോ എല്ലാവരുടെയും സോഫ സെറ്റ് കാണണമെന്നില്ല. അപ്പോൾ ചെയർ ഉറപ്പുള്ള ചെയറിൽ വേണം ഇരിക്കാനായിട്ട്. അതിലിരിക്കുമ്പോൾ ഇതേപോലെ കാലുകൾ നിലത്ത് വെക്കുകയാണെങ്കിൽ പായ വിരിച്ചിട്ടോ മാറ്റ് വിരിച്ചിട്ടോ അതിൻ്റെ മേലെ വെക്കണം. ഡയറക്റ്റ് കാല് ഭൂമിയിൽ പതിപ്പിക്കരുത്. അതേപോലെ തന്നെ ഡയറക്റ്റ് നിലത്തിരിക്കരുത്. എന്നിട്ട് 15 മിനിറ്റ് എന്ന് പറഞ്ഞ സമയം കണ്ണടച്ചിരിക്കണം. കണ്ണടച്ച് മാത്രം ഇരിഞ്ഞാൽ മതി. എന്താ എന്നിട്ട് വേണ്ടത്? ശരീരത്തിനകത്തും ശരീരത്തിന് പുറത്തും എന്താണോ നടക്കുന്നത് അത് അനുഭവിച്ചറിയാനാണ് ശ്രമിക്കേണ്ടത്. ശരീരത്തിനകത്തും ശരീരത്തിന് പുറത്തും എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് അത് അനുഭവിച്ചറിയാനാണ് ശ്രമിക്കേണ്ടത്. ഇനി എന്താണോ ശരീരത്തിനകത്തും ശരീരത്തിന് പുറത്തും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് അതും കൂടി പറഞ്ഞുതരാം. ബേസിക്കായിട്ട് അനുഭവിക്കുന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ബേസിക്കായിട്ട് അനുഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്തും പുറത്ത് ചൂട് അനുഭവപ്പെടാം. നല്ല രീതിയിലുള്ള ചൂട് അനുഭവപ്പെടാം. ചിലവർക്ക് തണുപ്പായിട്ട് അനുഭവപ്പെടാം. നല്ല തണുപ്പായിരിക്കും. AC മുറിക്കകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ തണുപ്പ് അനുഭവിക്കുന്നത് ആ രീതിയിലുള്ള തണുപ്പായിരിക്കും അനുഭവപ്പെടുന്നുണ്ടാവുക. ഓക്കെ. ചിലവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഹോൾ ബോഡി വൈബ്രേഷൻ ആയിരിക്കും. ഹോൾ ബോഡി, കൈ മുതൽ എന്ന് പറഞ്ഞാൽ ഇരുന്ന കാല് മുതൽ തലയുടെ
എന്താ പറയുക, ക്രൗൺ ചക്ര മേളിൽ വരെ, അതിൻ്റെ ടോപ്പ് ഓഫ് ദ ഹെഡ് എന്ന് പറയുന്നത് പോലെ അവിടെയൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ വിറയൽ പോലെ ഉണ്ടാവും, അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. ചിലർക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കിളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അനുഭവമായിരിക്കാം, ടിങ്ക്ലിംഗ് സെൻസേഷൻ എന്ന് പറയും, ആ രീതിയിലുള്ള അനുഭവമായിരിക്കാം. ചിലവർക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറുകൾ കാണാം, പല നിറങ്ങൾ കാണാം. ചിലവർക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ആയിരിക്കും, ശരീരം വളരെ വെയിറ്റ് കുറഞ്ഞതായിട്ടും പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതായിട്ടുള്ള കാണുന്നതായിട്ടുള്ള അനുഭവം ഉണ്ടാകും. ഇതൊക്കെയാണ് പൊതുവെ കണ്ടുവരുന്നതും. ഇതിന് പുറമെയുള്ള ചില അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ ചിലർ ചോദിക്കും, കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ദീക്ഷയുടെ സമയത്ത് വല്ലതും ജപിക്കണോ, എന്തെങ്കിലും ചെയ്യണോ? ഒന്നും വേണ്ട. ശരീരത്തിനകത്തും പുറത്തും എന്തൊക്കെയാണോ പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് അനുഭവിച്ചറിയാനാണ് ശ്രമിക്കേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് അനുഭവങ്ങൾ ഉണ്ടാവുക. ഈ വിധത്തിലുള്ള അനുഭവം വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് ഒബ്സേർവ് ചെയ്യേണ്ടത്, നിരീക്ഷിക്കേണ്ടത്. ഓക്കെ. ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കൈകൾ രണ്ടും ഇതുപോലെ തുറന്ന് വെച്ചിരിക്കണം. ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന രീതിയിൽ ഇതുപോലെ തുറന്നിട്ട് പൊക്കത്തെങ്കിലും പിടിച്ചിരിക്കരുത്. നമ്മുടെ മടികളിൽ താങ്ങി വെച്ചേക്കണം, റെസ്റ്റ് ചെയ്തണം. നമ്മുടെ തുടകളിൽ ആ രണ്ട് കൈകൾ ഇങ്ങനെ തന്നെ വെച്ചേക്കണം. പ്രപഞ്ച ഊർജം സ്വീകരിക്കുന്ന രീതിയിൽ കൈകൾ രണ്ടും മടിയിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് വെച്ചേക്കണം. മനസ്സിലായല്ലോ? ഈ രീതിയാണ് വേണ്ടത്. ഇതുപോലെ നമ്മൾ നിലത്തിരിക്കുകയാണെങ്കിൽ നമ്മുടെ തുടകളിൽ റെസ്റ്റ് ചെയ്ത് വെച്ചേക്കണം, താങ്ങി വെച്ചേക്കണം, ഇങ്ങനെ മലർത്തി വെച്ചേക്കണം. അതേപോലെ തന്നെ സോഫ സെറ്റിൽ ഇരിക്കുകയാണെങ്കിലും ചെയറിൽ ഇരിക്കുകയാണെങ്കിൽ രീതി ഇത് തന്നെ നമ്മുടെ കാലിൻ്റെ മേളിൽ താങ്ങിയിട്ട് വേണം ഇതിനെ വെക്കാൻ. അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിഞ്ഞ് കൈകൾ കഴക്കാൻ തുടങ്ങും, വേദനിക്കാൻ തുടങ്ങും. അപ്പോഴെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ മാറി വേദനയിലായിരിക്കും. എന്താണോ ശരീരത്തിനകത്തും പുറത്തും സംഭവിക്കുന്നത് അത് നമുക്ക് നിരീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഇതൊക്കെയാണ് നാളെ ദീക്ഷയ്ക്ക് മുൻപും ദീക്ഷയുടെ സമയത്തും ദീക്ഷ കഴിഞ്ഞിട്ടും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എവിടെ ഇരുന്നിട്ടാണോ ദീക്ഷ സ്വീകരിച്ചത് അവിടെ കിടക്കാം. അരമണിക്കൂർ കിടക്കുക. രാവിലെയുള്ളവരാണെങ്കിൽ 7:15 മുതൽ 7:45 വരെ നിന്നൊരു സമയവും, വൈകിട്ട് ദീക്ഷ സ്വീകരിക്കുന്നവരാണെങ്കിൽ 8:15 8:45 എന്ന് പറയുന്ന സമയത്ത് എവിടെ നിന്നാണോ ദീക്ഷ സ്വീകരിച്ചത് അവിടെ കിടക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ കിടക്കുക. ഇനി അവിടെ കിടക്കാനുള്ള സൗകര്യമില്ലെങ്കിൽ ബെഡ്റൂമിൽ പോയിട്ട് കിടന്നുറങ്ങാം. ഉറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവാണെങ്കിൽ വിഷമിക്കണ്ട. കിടന്നിട്ട് എന്താണോ ശരീരത്തിനകത്തും പുറത്തും അനുഭവം ഉള്ളത് അത് അനുഭവിച്ചറിയുക എന്നാണ് മെയിൻ ഉദ്ദേശം. അപ്പം ഞാൻ 3 വ്യത്യസ്ത കാര്യങ്ങൾ പറഞ്ഞു. ദീക്ഷയ്ക്ക് മുൻപ്, ദീക്ഷയുടെ സമയത്ത്, ദീക്ഷ കഴിഞ്ഞു. ഇതൊക്കെ വളരെ ശ്രദ്ധാപൂർവം നോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇനിയിപ്പം ഓരോരുത്തരും അൺമ്യൂട്ട് ചെയ്ത് ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു ടോപ്പിക്കിൻ്റെ ആയി ബന്ധപ്പെട്ട് മാത്രം, ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മാത്രം, ദീക്ഷയ്ക്ക് മുൻപ്, ദീക്ഷയുടെ സമയത്ത്, ദീക്ഷ കഴിഞ്ഞു, ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ ചോദിക്കാം. ഓരോരുത്തർ അൺമ്യൂട്ട് ചെയ്ത് എന്നിട്ട് ചോദിച്ചോളൂ. ഒരു ഡൗട്ട് ചോദിച്ചിട്ട്, ഈ ദീക്ഷ സ്വീകരിക്കുന്ന സമയത്ത് പുറത്തിരുന്ന് നമുക്ക് ടെറസിന്റെ മുകളിൽ കയറി ഇരുന്ന് ചെയ്യാൻ പറ്റുമോ, അതോ വീടിനുള്ളിൽ തന്നെ ഇരിക്കണം? അല്ല, ടെറസിന്റെ മേളിൽ അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ, വീട്ടിനകത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടെറസിന്റെ മേളിൽ ഇരുന്നിട്ടും ദീക്ഷ സ്വീകരിക്കാം. അങ്ങനെ സ്വീകരിച്ച് എൻ്റെ ശിഷ്യന്മാരൊക്കെ കുറേ പേരുണ്ട്, അങ്ങനെയും ചെയ്യാം. ടെറസിന്റെ സൗകര്യമുള്ളവർക്ക് ആ രീതിയിൽ സ്വീകരിക്കാം. ഹെഡ്സെറ്റ് വല്ലതും യൂസ് ചെയ്യണോ ടൈമില്? ഹലോ, ഹെഡ്സെറ്റ് എന്തെങ്കിലും യൂസ് ചെയ്യണോ? ഹെഡ്സെറ്റോ? ആ ടൈമില് അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഞാനെന്താ പറഞ്ഞ, മെഡിറ്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 15 മിനിറ്റ് ശാന്തമായിട്ട് ശരീരത്തിനകത്തും പുറത്തും എന്താണോ പ്രതിഭാസങ്ങൾ, എന്താണോ സംഭവിക്കുന്നത് അതാണോ ഒബ്സർവ് ചെയ്യേണ്ടത്. ഹെഡ്സെറ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി അടുത്തത് പറയാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദീക്ഷ ലഭിച്ച് 24 മണിക്കൂറിനകത്ത് 26 സ്ഥാനങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട്. എവിടേക്കാണോ റെക്കി നൽകേണ്ടത് കൈവച്ച് 3 മിനിറ്റ് സമയം കൈവച്ചിട്ട് എവിടെയൊക്കെ റെക്കി നൽകണം, എനർജി നൽകണം എന്നുള്ളതിൻ്റെ 26 സ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്, ഒരു PDF ഫയൽ ഞാൻ 3-ാമത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ട് സ്റ്റഡി ഗ്രൂപ്പിനകത്ത്. 26 സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ 26 സ്ഥാനങ്ങളിൽ 3 മിനിറ്റ് വെച്ചിട്ട് ദീക്ഷ ലഭിച്ചിട്ട് 24 മണിക്കൂറിനകത്ത് ചെയ്തിരിക്കണം. ആ 24 മണിക്കൂറാണ് നിങ്ങളുടെ ആദ്യത്തെ ദിവസമായിട്ട് കണക്ക് കൂട്ടുക. അല്ലാതെ ദീക്ഷ ലഭിച്ച നാളത്തെ ദിവസമായിരിക്കില്ല.
എപ്പോഴാണോ നിങ്ങൾ 24 മണിക്കൂറിനകത്ത് 26 സ്ഥാനങ്ങൾ ചെയ്തു തീർത്തത്, അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഡേ ആയിട്ട് കണക്ക് കൂട്ടുക. അപ്പോൾ 26 സ്ഥാനങ്ങൾ 3 മിനിറ്റ് വെച്ച് ചെയ്യണം. ഓരോ സ്ഥാനങ്ങളിൽ 3 മിനിറ്റ് വെച്ച് ചെയ്യണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ 3 മിനിറ്റ് വെച്ച് 26 സ്ഥാനങ്ങൾ ചെയ്തു വരുമ്പോഴത്തേക്ക് 1 മണിക്കൂർ 20 മിനിറ്റിൻ്റെ സമയമാവും. 1 മണിക്കൂർ 20 മിനിറ്റ്, അത്രയും സമയം നമ്മൾ അതിന് വേണ്ടി ചെലവഴിക്കണം. ഇപ്പോൾ പലരുടെ മനസ്സിനകത്ത് ഈ 1 മണിക്കൂർ 20 മിനിറ്റ് എങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യും, എങ്ങനെ ഇരുന്ന് ഈ 1 മണിക്കൂർ 20 മിനിറ്റ് വലിയൊരു സമയമല്ലേ എന്നൊക്കെയാണ് ഇപ്പം മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അറിയാം എനിക്ക്. അത് മനസ്സാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. വലിയ സമയമായി, അതൊക്കെ സാധിക്കുമോ, ഇതെനിക്ക് പറ്റുമോ എന്നുള്ള എല്ലാ ചിന്തകളും ഇപ്പം ഈ സമയം പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിനകത്ത് ഉണ്ടായി കാണും. അത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയല്ല അത് ചിന്തിക്കുന്നത്, നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ മനസ്സ് ചിന്തിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സാണ് അത് ചിന്തിപ്പിക്കുന്നത്. ഇത് നിനക്ക് സാധിക്കുമോ, ഇതെനിക്ക് പറ്റുമോ, ഇത് ചെയ്യണോ, പഠിക്കണോ, ഇത് ചെയ്യാൻ സാധിക്കുമോ, എല്ലാ സംശയങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മനസ്സാണ്. അതുകൊണ്ടാണ് മനസ്സിനെ കുറിച്ച് പറയുന്നത് എന്താണ്, മനസ്സ് എങ്ങനെയുള്ളവനാണെന്നാണ് പറയുന്നത്. മനയേവ മനുഷ്യാനാം കാരണം ബന്ധമോക്ഷയ. മനസ്സ് നമ്മുടെ സകല കാരണങ്ങൾക്കും അതേപോലെ നമ്മുടെ മോക്ഷത്തിനും ഈ ഒരു മനസ്സാണ് കാരണക്കാരൻ. മനയേവ മനുഷ്യാനാം കാരണം ബന്ധമോക്ഷയ. ബന്ധനങ്ങൾക്കും അതേ മോക്ഷത്തിനും നമ്മുടെ ഈ ഒരു മനസ്സാണ് കാരണക്കാരൻ. ബന്ധനങ്ങൾക്കാവട്ടെ അതേപോലെ തന്നെ മോക്ഷത്തിനാവട്ടെ എന്താണെന്ന് പറഞ്ഞാൽ ഈ മനസ്സാണ് അതിന് കാരണക്കാരൻ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ മനസ്സിനെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ മനസ്സ് നമ്മുടെ നല്ലൊരു മിത്രമാണ്, നമ്മുടെ നല്ലൊരു ഫ്രണ്ടാണ്. അഥവാ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല, അവൻ നമ്മുടെ ഒരു വലിയൊരു ശത്രുവാണ്. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കണം. അല്ലെങ്കിൽ മനസ്സിങ്ങനെ ഇപ്പം തോന്നിയില്ലേ, ഈ 1 മണിക്കൂർ 20 മിനിറ്റ് എങ്ങനെ ചെയ്ത് തീർക്കും, ഇത് സാധിക്കുമോ എന്നൊക്കെ പലതും ചിന്തയിൽ വന്നില്ലേ. അത് മനസ്സാണ് തോന്നിക്കുക. മനസ്സ് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മളെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഏറ്റവും പ്രധാന കാരണം. മനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രധാന എന്താണ് പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അവിടെ നിൽക്കട്ടെ, എല്ലാം ഒരു അലസത ഉണ്ടാക്കുക, അതാണ് മനസ്സ് ചെയ്യുക. ഇന്ന് ചെയ്യേണ്ട കാര്യമായിരിക്കും, ചിലപ്പോൾ അത് നാളേക്ക് നീട്ടി വെക്കും നമ്മൾ. അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് മനസ്സാണ്. പക്ഷെ നമ്മളെ മനസ്സിനകത്ത് എവിടെയുണ്ട്, അയ്യോ ഇത് ഇന്ന് ചെയ്യേണ്ടതല്ലേ, പിന്നെ വേണ്ട നാളെ ചെയ്യാം. ഇങ്ങനെ പല പല കാരണങ്ങൾ നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ കൊണ്ട് ഒരു അലസതയിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ടാണ് മനയേവ മനുഷ്യാനാം കാരണം ബന്ധമോക്ഷ. ഈ മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ മനസ്സ് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും. മനസ്സിനകത്ത് പല മാലിന്യങ്ങൾ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മനസ്സ് നമ്മൾ പറഞ്ഞ രീതിയിൽ അനുസരിക്കാത്തത്. ഇപ്പോൾ 2 വ്യത്യസ്ത കാര്യങ്ങളാണ് മനസ്സിനകത്തുള്ളത്. എന്താണ്? ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്നത് അനർത്ഥങ്ങൾ എന്ന് പറയുന്നതും, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യമാണ് അജ്ഞാനം, അറിവില്ലായ്മ. ആദ്യത്തെ ഞാൻ പറഞ്ഞു, ആദ്യത്തെ കാര്യം എന്താ ഞാൻ പറഞ്ഞത്? അനർത്ഥങ്ങൾ. ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യങ്ങൾ അജ്ഞാനം. എന്താണ് ഈ അനർത്ഥങ്ങളിലുള്ളത്? അനർത്ഥങ്ങളിലുള്ളതാണ് കാമ, ക്രോധ, ലോഭ, മോഹ, ഭയ, മദ്, മാത്സര്യം. ഇതൊക്കെയാണ് അനർത്ഥങ്ങൾ കിടക്കുന്നത്. എന്തൊക്കെ? കാമ, ക്രോധ, ലോഭ, മോഹ, ഭയ, മദ്, മാത്സര്യം. ഇതൊക്കെ നമ്മളെ ഹൃദയം ഇങ്ങനെ മാലിന്യം, ഈ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ ആവരണങ്ങൾ എന്ന് പറയാം. ഓരോ ലെയറായിട്ട് ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിനെ ആവരണം ചെയ്തിരിക്കുക. അത് കാരണം നമ്മുടെ മനസ്സ് നമ്മളെപ്പോഴും നിരുത്സാഹപ്പെടുത്തും. അപ്പോൾ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം? മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നിയന്ത്രിക്കാം. മനസ്സിന് മേളിലായിട്ടാണ് സ്ഥാനം, ഉപരിസ്ഥാനമാണ് നമ്മുടെ ബുദ്ധിക്കുള്ളത്. നമ്മളിപ്പോൾ ആരും ബുദ്ധി ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് അടി കിട്ടുന്നതും ജീവിതത്തിൽ. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടെന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുന്നില്ലാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ. അജ്ഞാനം. ജ്ഞാനമുണ്ടെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിൽ, വിവരമുണ്ടെങ്കിൽ, വിസ്ഡം ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷെ നമുക്കാരും പറഞ്ഞു തരാനില്ല. കാരണം നമ്മുടെ സ്കൂളുകളിൽ ഇതൊന്നും പഠിപ്പിക്കുന്നുമില്ല. ആത്മാവിൻ്റെ തലത്തിലുള്ള വിദ്യാഭ്യാസം എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല.
നമ്മളെന്താണ് വേറെ എന്തൊക്കെയോ പഠിക്കുന്നത്, ആ പഠിച്ചതാണെങ്കിൽ നമുക്ക് ഉപകാരത്തിന് എത്തുന്നുമില്ല അല്ലേ? ഓരോരുത്തർ പഠിച്ചതൊന്ന് ആലോചിച്ച് നോക്കിയേ. അതൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടോ? എന്താണോ ഗുണകരമായ കാര്യം അത് പഠിപ്പിക്കുന്നുമില്ല. സോ എന്തിരുന്നാലും ശരി. പക്ഷെ ഇപ്പം എന്നാലും നമുക്ക് കുറച്ച് അറിവുകൾ എങ്ങനെയൊക്കെയോ കുറച്ച് മിച്ചം വന്നിരിക്കുക. ആ ഒരു മിച്ചമാണ് റേക്കി എന്ന് പറയുന്നതും റേക്കിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായിട്ട് ഈ സൂം മീറ്റിംഗ് പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്നത്. അപ്പോൾ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കണമെന്ന് ബുദ്ധി ഉപയോഗിക്കണം. അപ്പോൾ ബുദ്ധി ഉപയോഗിക്കണ ബുദ്ധിയിൽ അതിനുള്ള അറിവ് വേണം. അപ്പോൾ നിസ്സാരമായ ഒരു 3 കാര്യം ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. റേക്കിയിൽ മാത്രമല്ല, ജീവിതത്തിൽ നിങ്ങളുടെ ഇനി വരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് 3 കീവേഡ്സ് എന്ന് പറയും, 3 താക്കോലുകൾ എന്ന് പറയും. എന്താണ്? നമുക്ക് നമ്മളെ തന്നെ വിശകലനം ചെയ്യാനായിട്ട് സാധിക്കണം. നമുക്ക് നമ്മളെ തന്നെ മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കണം. വേറെ ആരും പുറമേ നിന്ന് വന്നിട്ട് നമ്മളെ കൊണ്ട് നമ്മുടെ ചിന്ത എന്തെന്നുള്ളത് കാര്യം പുറമെയുള്ളവർക്ക് അറിയാനായിട്ട് സാധ്യമല്ല. നമ്മുടെ പ്രവൃത്തി എന്താണ്, നമ്മുടെ ചിന്ത എന്താണെന്ന് നമുക്ക് മാത്രമേ മനസ്സിലാവൂ. വേറെ ഒരാൾക്കും അത് ചികിത്സിച്ച് ഭേദാക്കാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മളെന്താ വേണ്ടത്? മോണിറ്റർ ചെയ്യണം. ഞാൻ എൻ്റെ ഡെയിലി ദിനചര്യകൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നുണ്ടോ? അത് നിങ്ങളാണ് വിശകലനം ചെയ്യണം. എന്താണത്? ഉത്സാഹ, നിശ്ചയ, ധൈര്യ. ഈ 3 കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഡെയിലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഓരോ പ്രവൃത്തിയിലും, റേക്കിയിലാണെങ്കിൽ റേക്കിയിലും അത് വേണം തന്നെ. ഡെയിലി എന്താണ് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ? ഉത്സാഹ, നിശ്ചയ, ധൈര്യ. ഇത് സംസ്കൃത വാക്കുകളാണ്. അപ്പോൾ ഉത്സാഹ, നിശ്ചയ, ധൈര്യ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഉത്സാഹം, അതാണ് ഉത്സാഹ എന്ന് സംസ്കൃതത്തിലുള്ളൂ. ഉത്സാഹം ഉണ്ടായിരിക്കണം. ഞാനിത് പഠിക്കാനായിട്ട് ഇറങ്ങി, ഇത് ഞാനിത് 21 ഡേയ്സ് നിർബന്ധപൂർവ്വം ഇരുന്നിട്ട് ഞാനിത് കംപ്ലീറ്റ് ചെയ്തിരിക്കും, മുഴുമിപ്പിച്ചിരിക്കും എന്നുള്ള ഒരു ഉത്സാഹത്തോടു കൂടെ തന്നെ ചെയ്യണം ഡെയിലി. ആ ഉത്സാഹം എന്നും ഉണ്ടോ എന്ന് നിങ്ങൾ മോണിറ്റർ ചെയ്യണം, വിശകലനം ചെയ്ത് നോക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അടുത്തത് എന്താണ്? ഉത്സാഹം പറഞ്ഞു നിശ്ചയാത്. നിശ്ചയാത് എന്ന് പറഞ്ഞ ദൃഢനിശ്ചയം. മലയാളത്തിൽ പറഞ്ഞു ദൃഢനിശ്ചയത്തോടുകൂടി രാവിലെ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ചെയ്യുമെന്ന് ഞാൻ സങ്കല്പം എടുത്തിട്ടുണ്ടെങ്കിൽ ആ സങ്കല്പത്തിൽ തന്നെ ഞാൻ ഉറച്ച് വിശ്വസിച്ചിട്ട് ആ ദൃഢനിശ്ചയത്തോടു കൂടി ഞാൻ ചെയ്ത് തീർക്കും ഈ 21 ദിവസം. അതാണ് ദൃഢനിശ്ചയം. ഉത്സാഹ, നിശ്ചയാത് 2 പറഞ്ഞു. ദൃഢനിശ്ചയത്തോടുകൂടി തന്നെ ചെയ്തു തീർക്കുക. പിന്നെന്താണ് 3-മത്തത്? ഉത്സാഹ, നിശ്ചയാത്, ധൈര്യാത്. ഇവിടെ ധൈര്യാത് എന്ന് പറയുന്നത് മലയാളത്തിലുള്ള ധൈര്യമല്ല, സംസ്കൃതത്തിലുള്ള ധൈര്യാത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ക്ഷമയോടുകൂടി, പേഷ്യൻസ്, ക്ഷമയോടുകൂടി ഇരിക്കണം. കാരണം എന്തിനാ ഇവിടെ ക്ഷമ? ചില സമയത്ത് നമുക്ക് ഒരു അനുഭവം ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ 21 ദിവസം ചിലപ്പോൾ അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും ക്ഷമയോടുകൂടി 21 ദിവസത്തെ സങ്കല്പെടുത്തിരിക്കുന്ന സാധനം മുഴുമിപ്പിച്ചിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ 1 മിനിറ്റ് സമയം, 1 മണിക്കൂർ 20 മിനിറ്റാണ് സമയം മൊത്തത്തിൽ വേണ്ടി വരിക. ഇത് ഒറ്റ ഇരിപ്പിൽ ചെയ്ത് തീർക്കാൻ പറ്റുകയാണെങ്കിൽ ബെസ്റ്റ്. ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയം. സൂര്യൻ ഉദിക്കുന്നതിന് 90 മിനിറ്റ് മുൻപ് എഴുന്നേറ്റ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബെസ്റ്റ്. ഏറ്റവും പീക്ക് അവർ എന്ന് പറയുന്ന 24 അവേഴ്സിനകത്ത് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയം. 90 മിനിറ്റ് മുൻപ്, സൂര്യൻ ഉദിക്കുന്ന 90 മിനിറ്റ് മുൻപുള്ളൊരു സമയം. ഇതാണ് ബ്രഹ്മമുഹൂർത്തം. ഇത് ഏറ്റവും നല്ല സമയം. കാരണം നമുക്കെല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം നമ്മുടെ ചെറിയ കാലത്ത്, ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ ഈ സമയത്തൊക്കെ എഴുന്നേറ്റ് ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ പരീക്ഷയൊക്കെ വരുമ്പോൾ, പരീക്ഷ വരുന്നതിന് കുറച്ച് മുൻപൊക്കെ നമ്മൾ ഇതുപോലെ എഴുന്നേറ്റ് ഇരുന്ന് പഠിക്കും, ആത്മാർത്ഥമായിട്ട് പഠിക്കും. ഓരോ വരികൾ ഈ സമയത്ത് നമ്മൾ പഠിച്ചതായിട്ട് എക്സാം ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ ചോദ്യപേപ്പറിൽ ആ ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഓർമ്മയുണ്ടായി. ഈ വരി ഇന്നായിരുന്നു, അത് അടുത്ത വരി ഇതാണ്, അതാണ് എല്ലാം നമുക്ക് ഫോക്കസ്ഡ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും. അത്രയും പവർഫുള്ളാണ് ആ സമയം. അതുകൊണ്ടാണ് പറയുന്നത് ആ ബ്രഹ്മമുഹൂർത്തം എന്ന സമയം വളരെ ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. ഏത് പ്രവൃത്തികളും, പഠിക്കുന്ന കാര്യമാവട്ടെ, എന്ത് കാര്യങ്ങളും ചെയ്യാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം ബ്രഹ്മമുഹൂർത്ത സമയമാണ്. ആ സമയത്ത് അത് ചെയ്ത് തീർക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. ഇനി അതല്ല ആ സമയത്ത് ചെയ്യാനായിട്ട് പറ്റില്ലെങ്കിൽ വേറെ സമയങ്ങൾ തിരഞ്ഞെടുക്കാം. ഓക്കെ. പിന്നെ ഈ 21 ദിവസത്തിനിടയിൽ ഏതെങ്കിലും
ഒരു ദിവസം മുടങ്ങുകയാണെങ്കിൽ വീണ്ടും ഒന്നേന്നേ ചെയ്യേണ്ടി വരും. വളരെ ശ്രദ്ധാപൂർവം കേട്ടോ. മുടങ്ങുകയാണെങ്കിൽ ഒന്നേന്നേ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് എന്താണ് പറയുകയാണെന്നുള്ളത്, 3 മിനിറ്റ് ചെയ്യാനുള്ള ഒരു ബെൽ മ്യൂസിക് ഞാൻ ഓൾറെഡി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നല്ല 2 ഗുണങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യുക. എന്താണ്? ഒന്ന്, ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നല്ലൊരു സൂതിങ് ആയിട്ടുള്ള സുഖകരമായിട്ടുള്ള നല്ല സുഖകരമായിട്ടുള്ള ഒരു മ്യൂസിക് ഉണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 3 മിനിറ്റ് ആയെന്ന് അറിയാനായിട്ട് അത് 3 മിനിറ്റ് കൃത്യമാകുമ്പോഴത്തേക്ക് ഒരു ബെല്ലടിക്കും. അപ്പോൾ അതിനെ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ നോക്കണ്ട, വാച്ച് നോക്കണ്ട, ചുമരിൽ ക്ലോക്ക് നോക്കേണ്ട ആവശ്യമില്ല. കണ്ണടച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബെൽ മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ 3 മിനിറ്റ് ആയെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രയും കാര്യം ഒരു വീഡിയോയും കൂടി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതാണ് വീഡിയോ കൊണ്ടുള്ള ഗുണം എന്താണ്, അത് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് നാളെ. ഇനി ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുണ്ട്. ഈ 26 സ്ഥാനങ്ങൾ നൽകിയിരിക്കുന്ന PDF ഫയൽ, ആ ഫയലിൻ്റെ ഫസ്റ്റ് പേജ്, ആദ്യത്തെ പേജിൽ ഞാൻ എന്താണ് കൊടുത്തിരിക്കുന്നത്, എത്ര പേരത് കണ്ട് ശ്രദ്ധിച്ചെന്ന് അറിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ ഇത് ക്ലാസ് കഴിഞ്ഞ് അത് ശ്രദ്ധിച്ചോളൂ. അതിനകത്ത് ആദ്യത്തെ പേജിനകത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്? ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിരിക്കണം. ഐ താങ്ക് ഗോഡ് ഫോർ ബീങ് ഹിയർ, ഐ താങ്ക് റെക്കി ഫോർ ബീങ് ഹിയർ, ഐ താങ്ക് ഡോക്ടർ മികാ ഉസുയി ഫോർ ബീങ് ഹിയർ, ഐ താങ്ക് മൈസെൽഫ് ഫോർ ബീങ് ഹിയർ. നാലാമത്തേൽ ഞാൻ എനിക്കെന്ന് പറയുന്ന സ്ഥലത്ത് അവനവൻ്റെ പേര് പറയാം. ഐ താങ്ക് ശശികുമാർ ഫോർ ബീങ് എന്ന് എങ്ങനെ ഞാൻ പറഞ്ഞു അതുപോലെ നിങ്ങളെല്ലാവരും അവരവരുടെ പേര് ആ സ്ഥലത്ത് ഫില്ല് ചെയ്ത് പറയണം. ഗ്രാറ്റിറ്റ്യൂഡ് നിർബന്ധപൂർവം പറഞ്ഞിരിക്കണം. എപ്പോഴാണ് പറയേണ്ടത്? 26 സ്ഥാനങ്ങളിൽ റെക്കി നൽകുന്നതിന് മുൻപ് പറഞ്ഞിരിക്കണം. അതേപോലെ തന്നെ 26 സ്ഥാനങ്ങളിൽ റെക്കി ചെയ്തതിന് ശേഷം, നൽകിയതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ ഐ താങ്ക് ഗോഡ് ഫോർ ബീങ് ഹിയർ, ഐ താങ്ക് റെക്കി ഫോർ ബീങ് ഹിയർ, ഐ താങ്ക് ഡോക്ടർ മികാ ഉസുയി ഫോർ ബീങ്, ഐ താങ്ക് ശശികുമാർ ഫോർ ബീങ് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്? കൃതജ്ഞത അറിയിക്കുന്നതാണ്. നമ്മൾ ആർക്കാണ് കൃതജ്ഞത അറിയിക്കുന്നത്? ഈ പറഞ്ഞ 4 പേർക്ക്, ദൈവത്തിനും റെക്കിക്കും മികാ ഉസുയിക്കും അവനവനും നന്ദി പറയാം. എന്തിനാണ് ഈ നന്ദി പറയുന്നത്? ഈ നന്ദി പറയുന്നതോടുകൂടി ഈ പറഞ്ഞിരിക്കുന്ന ഗുരു ശിഷ്യ പരമ്പരയിലുള്ള എല്ലാവരുടെയും അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. നിങ്ങൾ ഞാനുമായിട്ട് കണക്റ്റഡ് ആണ്, അതേപോലെ തന്നെ എൻ്റെ ഗുരുവുമായിട്ട് ഞാൻ കണക്റ്റഡ് ആണ്. അങ്ങനെ ഗുരു ശിഷ്യ പരമ്പര, അതാണ് ഗുരു ശിഷ്യ പരമ്പരയായിട്ട് കണക്റ്റഡാണ്. അതുകൊണ്ട് കണക്ട് ചെയ്തതായിട്ട് ഗുണം എന്താണെന്ന് ചോദിക്കുന്നുണ്ടാവും. ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ സാന്നിധ്യം നിങ്ങളുടെ മുന്നിൽ അപ്പം തന്നെ ഉണ്ടാവും. ഇവരെല്ലാവരുടെയും സാന്നിധ്യം ഇവരുടെ കൃപ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഇവരാണ് നിങ്ങൾക്ക് റേക്കി എത്തിച്ചു തരുന്നത്. നിങ്ങളിൽ ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടെ കൃതജ്ഞത അറിയിക്കുന്നതോടുകൂടെ, നന്ദി രേഖപ്പെടുത്തുന്നതോടുകൂടെ ഇവരുടെ എല്ലാം സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങൾക്കൊരു സംരക്ഷണം എന്ന നിലയിൽ. അപ്പം നിർബന്ധപൂർവ്വം ഇതും ചെയ്തിരിക്കണം, കൃതജ്ഞത അറിയിച്ചിരിക്കണം. ഐ താങ്ക് എന്താ പറയുക, ഗോഡ്. ഏത് ഗോഡ്, നിങ്ങൾക്ക് ഏത് ഗോഡിനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഗോഡിനെയും വിളിക്കാം. ഐ താങ്ക് ഗോഡ് ഫോർ ബീങ് ഹിയർ, ഐ താങ്ക് റെക്കി ഫോർ ബീങ് ഹിയർ, ഐ താങ്ക് ഡോക്ടർ മികാ ഉസുയി ഫോർ ബീങ് ഹിയർ, ഐ താങ്ക് മൈസെൽഫ് ഫോർ ബീങ്. അവരവരുടെ പേര് പറഞ്ഞോളൂ. ഇതാണ് പ്രധാനമായിട്ടും റെക്കിയുടെ 3 മിനിറ്റ് സെൽഫ് ഹീലിംഗ് ചെയ്യുന്നതിന് മുൻപ് പറയേണ്ട കാര്യം. ഇനിയിപ്പം 3 ഭാഗങ്ങളായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. രാവിലെ അരമണിക്കൂർ, ഉച്ചക്ക് അരമണിക്കൂർ, വൈകിട്ട് അരമണിക്കൂർ എന്ന് പറയുന്നത്. അവർക്ക് ഇത് 2 പ്രാവശ്യം പറയണം, തുടക്കത്തിലും എൻഡിലും. പിന്നെ ഉച്ചക്ക് വീണ്ടും തുടങ്ങുമ്പോൾ പിന്നെ അഗെയിൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അപ്പോഴും തീർക്കുമ്പം ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. പിന്നെ വൈകിട്ട് വീണ്ടും തുടങ്ങുമ്പം ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. എൻഡ് ചെയ്യുമ്പം വീണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അത് ശ്രദ്ധയിൽ ഓർമ്മയിൽ വെച്ചേക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇത്രയും ടോപ്പിക്ക്, ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുമായിട്ട് സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോളൂ. അതിനുള്ള സമയം അനുവദിച്ച് തന്നിരിക്കുക.